പ്രശാന്തേട്ടാ, ഈ റഷ്യ ഇറാൻ്റെ കൂടെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇറാനെ പരോക്ഷമായി റഷ്യ സപ്പോർട്ട് ചെയ്യില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വേറൊരു യുദ്ധമുഖത്തുമാണ്. യുക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ മിസൈലുകൾ മേടിച്ചുകൊണ്ട് പോയത് ഇറാൻ്റെ കയ്യിൽ നിന്നുമാണ്. പല ആൾക്കാരുടെയും ചർച്ച എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരുടെയും ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇറാന് പിന്നിൽ വന്ന് അണിനിരക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, നാളെ വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. നാളെയാണ് ഒക്ടോബർ 7. ഒരു ജൂതൻ്റെ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്രതം തീരുന്ന ദിവസമാണ്. IDF ആണെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എക്സിൽ, വലിയ തിരിച്ചടിയായിരിക്കും തരാൻ പോകുന്നത്. സഖ്യസേന ഞങ്ങളുടെ കൂടെയുണ്ട്, പോരാത്തതിന് അറബ് രാജ്യങ്ങളും ഇവരുടെ കൂടെയുണ്ട് എന്നുള്ളത്. ഖമേനി പറഞ്ഞത് അറബ് രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ പിറകെ വരണമെന്നാണ്. ഒരൊറ്റ രാജ്യം പോലും ഇല്ല. ഈവൻ ഖത്തർ പോലും എവിടെ ഇല്ല, ഇവരുടെ കൂടെ ഇല്ല, ഇറാൻ്റെ കൂടെ ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, ഫണ്ട് ചെയ്യുന്ന രാജ്യമാണ്. ഖത്തർ ഇറാൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ അതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം ഖത്തറിൽ 13,000 സൈനികരെയാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. അവിടെ സൈനിക താവളമുണ്ട് അമേരിക്കയ്ക്ക്. സൗദി അറേബ്യയിലും ബഹ്റൈനിലും 7,000 വീതം. സിറിയയിൽ 90,000 900 സംതിങ് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ അറബ് രാജ്യങ്ങളിൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല. ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലും ഈ അറബ് രാജ്യങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇറാനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യ ഇറാൻ്റെ സപ്പോർട്ടിന് എത്തുമോ എന്നു ലോകരാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി നോക്കി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാവും. പോരാത്തതിന് റഷ്യയുടെ ഒരു വ്യോമത്താവളം ഇസ്രായേൽ തകർത്തിട്ടുമുണ്ട്. എന്താ തോന്നുന്നു, റഷ്യയും ഇസ്രായേലും തമ്മിലുള്ളൊരു നേർക്കുനേർ പോരാട്ടം വരാൻ സാധ്യതയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ലോകം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം അങ്ങനത്തെ ഒരു ചർച്ച വരുന്നുണ്ട്. കാരണം അതിന് കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ലെബനിൽ റഷ്യയുടെ ഒരു എയർക്രാഫ്റ്റ് വന്നിട്ട് അവരുടെ ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരെല്ലാം റഷ്യയിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു വർത്തമാനം വന്നിരിക്കുന്നത്. നമ്മൾ ആര് ജയിക്കും ആര് തോക്കും എന്ന് പറഞ്ഞാൽ തോക്കും എന്നുള്ളത് നമുക്ക് അവസാനം പറയാം. അതിന് മുമ്പ് ഈ ജൂതന്മാരുടെ ഒരു കാര്യം നമുക്ക് പരിശോധിക്കേണ്ടത്. കാരണം ജൂതന്മാർ ഏതൊക്കെ രാജ്യത്തുണ്ട്, അപ്പം അവരുടെ ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 10 രാജ്യങ്ങളിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം 1 US, 1 ഇത് തന്നെ സ്വന്തം രാജ്യമുണ്ടല്ലേ ഇസ്രായേൽ, 2 USA, 3 ഫ്രാൻസ്, 4 കാനഡ, പിന്നെ യുണൈറ്റഡ് കിങ്ഡം, അർജൻറ്റീന, റഷ്യയിൽ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് ജൂതന്മാരുണ്ട്. 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ജൂതന്മാരുണ്ട്. വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ആൾ, എൻ്റെ അമ്മ ജൂതസ്ത്രീയാണെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട്. പക്ഷേ ഏത് മതമാണ്? എത്തീസ്റ്റാണ്, പക്ഷേ ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്നു. തോന്നുന്നു. പക്ഷേ ഈ അമ്മ ജൂതവംശകയാണെന്ന് പറയുന്നു, മനസ്സിലാവുന്നു. അതിന് ഒരു പറച്ചിലുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിൽ ജൂതന്മാരുണ്ട്. പിന്നെ സൈനികർ ജൂതന്മാരുണ്ട്. പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം ജൂതന്മാരുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പം മാത്രമല്ല, 2ാം ലോകമഹായുദ്ധകാലത്ത് അന്ന് റഷ്യ അല്ലല്ലോ, ഈ റഷ്യ അന്ന് സോവിയറ്റ് യൂണിയൻ ഈ ജൂതന്മാരെ നശിപ്പിക്കുന്നതിന് എതിരായിട്ട് ആ യുദ്ധത്തിൽ ഇതായ ആളാണ്. അപ്പം ജൂതന്മാരെ നേരിട്ട് ആക്രമിക്കുന്നതിന് റഷ്യ തയ്യാറാവത്തില്ല. മാത്രവുമല്ല, ഇവർ 2 പേരും കൂടെ നിലവിൽ ഒരു ഫൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളില്ല, നേരിട്ടുള്ളൊരു പ്രശ്നമില്ല. 2ഉം വളരെ ദൂരെയുള്ള രാജ്യങ്ങളുമാണ്. അഥവാ യുദ്ധമുണ്ടായാൽ തന്നെ ആകാശയുദ്ധമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇപ്പം ഈ റഷ്യക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, റഷ്യയുടെ ഈ അമേരിക്കയുടെ ശത്രുവാണല്ലോ ഈ 2ാം ലോകത്തിന് ശേഷം ഈ റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള രാജ്യങ്ങൾ മൊത്തം റഷ്യയുടെ ആൾക്കാരാണ്. മാത്രമല്ല, ഈ പ്രോക്സി ഗ്രൂപ്പുകളെ മൊത്തം പ്രൊമോട്ട് ചെയ്യുന്നതിനും അതിനിടയ്ക്ക് സ്വാധീനം സിറിയയിലുണ്ട്, ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, ഇങ്ങനെ യമനിലുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളെയൊക്കെ അതിനകത്ത് ഈ പണ്ട് നമ്മുടെ ഫക്രീൻ സാർ പറഞ്ഞാൽ മാഫിയകളെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇൻഡയറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് റഷ്യക്ക് വലിയ പങ്കുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ റഷ്യ വേറെ രീതിയിൽ അപകടകാരി. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം ഇപ്പം ഈ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ധനുഷ് പറഞ്ഞതുപോലെ ലോകത്തുള്ള രാജ്യങ്ങൾ മൊത്തം ഇറാനെതിരാണ്. ഇപ്പം തന്നെ ഈ ഹമാസുമായിട്ടുള്ള അടി തുടങ്ങിയിട്ട് ഹിസ്ബുള്ളയായിട്ടുള്ള അടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പറഞ്ഞത്, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലുള്ള സൈന്യ വിന്യാസം അമേരിക്ക ബ്രിട്ടനും കൂടെ എല്ലായിടും നടത്തി കഴിഞ്ഞു. അതായത് ഏതെങ്കിലും രീതിയിൽ ചരിക്കാൻ സാധ്യതയുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ മൊത്തം
മാത്രമല്ല 19ഓളം ഇസ്രായേലിന് വട്ടമുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് എയർ ബേസും ഉണ്ട്. അവിടെ എല്ലാം അവർ പട്ടാളക്കാരെ കൊണ്ടിട്ട് അവന്മാർക്ക് ചലിക്കാൻ പറ്റാത്തതുകൊണ്ട് ചലിച്ചു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ അത്രങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇവരുടെ സഖ്യ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത്ര വിശ്വസിച്ചിട്ടില്ല. എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അവർ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിരുന്നു. മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇതിന് ശേഷം ഹിസ്ബുള്ള, അതിന് ശേഷം ഇറാൻ എന്നുള്ള രീതിയിലേക്ക് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ഇറാൻ എന്ന് പറയുന്ന വേറൊരു വ്യാവസായികമായിട്ടുള്ളൊരു ഇത് നോക്കിയാലും ഇറാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അതിൽ തന്നെ റഷ്യ നിൽക്കുന്നത്. ഇപ്പോൾ ഇവർ ഇൻഡയറക്റ്റ് ഒരു അടി കിട്ടിയാൽ ഇതങ്ങ് തകർന്നു കഴിഞ്ഞാൽ റഷ്യക്ക് ബിസിനസ്സിൽ പ്രൊമോഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഡയറക്റ്റ് അടിക്കത്തില്ല. മാത്രമല്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ റഷ്യയും കൂടെ തുലനം ചെയ്യുമ്പോൾ ഇസ്രായേൽ നമ്മുടെ കേരളത്തിൻ്റെ 1/3 ഭാഗമേ ഉള്ളൂ ഇസ്രായേൽ പറഞ്ഞത്. മാത്രമല്ല അതിനകത്ത് ജീവിക്കുന്ന ജനങ്ങൾ അത്രയും ഇതായിട്ടാണ് തിങ്ങിയാണ് ജീവിക്കുന്നത്. അമേരിക്കക്കാരിലും പിന്നെ അല്ലെങ്കിൽ മറ്റ് പല വലിയ രാജ്യങ്ങളെക്കാളൊക്കെ വലിപ്പമുള്ള രാജ്യമാണ് റഷ്യ. ലോകത്തെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. അപ്പം അവിടുത്തെ മിലിറ്ററിയുടെ അളവ് എത്ര? അല്ലെങ്കിൽ അവിടുത്തെ നിങ്ങൾക്കറിയാമല്ലോ ഈ ആണവ ആയുധങ്ങളുടെ മറ്റ് മിസൈലുകളുടെ ഒക്കെ ഇതിനെയൊക്കെ തുലനം ചെയ്യുമ്പോൾ ഇസ്രായേലുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇസ്രായേൽ റഷ്യ ഫൈറ്റ് ഞാൻ പറയുന്നത്. ഇസ്രായേലിൻ്റെ തുലനം ചെയ്യുമ്പോൾ ഒന്നുമില്ല. കാരണം ഇവരവരെ തകർക്കണമെങ്കിൽ എന്തും വേണ്ടി പാടുപെടണം. ഇസ്രായേൽ റഷ്യയെ തകർക്കണമെങ്കിൽ എന്തും വേണ്ടി പാടും. എത്രയും വലിയ രാജ്യം. ഇവർക്ക് മറ്റവർക്ക് 1-2 വൃത്തിയായിട്ടുള്ള മിസൈൽ കൈകാര്യം ചെയ്താൽ പോരെ റഷ്യയെ സംബന്ധിച്ചു. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് യുദ്ധത്തിന് കാരണമല്ല. പിന്നെ മാത്രമല്ല സൈബർ യുദ്ധത്തിനും ടെക്നോളജിക്കും ഇസ്രായേൽ മുമ്പിലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ല. ഈ പുരാണങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ റഷ്യ കയറി പോലും അടിക്കും, ഇസ്രായേൽ ജയിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നത്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പോലും. പിന്നെ ഇതിനകത്ത് യുദ്ധം ഡയറക്റ്റ് ഏതെങ്കിലും കാരണവശാൽ ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി റഷ്യ തയ്യാറായി വരികയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രിട്ടനും അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും കൂടെ ഒന്നിച്ചു നിന്നാൽ, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും കൂടെ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല, റഷ്യയും കൂടെ ഒരു പ്രശ്നം ഉണ്ടായാൽ, മാത്രമല്ല ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇടപെടുക, നാറ്റോ രാജ്യങ്ങൾ ഇടപെടുക, യൂറോപ്യൻ കൺട്രീസ് ഇടപെടുന്ന ഒരു അവസ്ഥ വന്നാൽ റഷ്യക്ക് പണിയാവും. റഷ്യ ഇപ്പം തന്നെ ഞെരുങ്ങി നിൽക്കുക. അപ്പോൾ ഡയറക്റ്റ് ഒരു ഫൈറ്റിന് സാധ്യതയില്ല. ഡയറക്റ്റ് ഫൈറ്റ് ഇവർ തമ്മിൽ വന്നാൽ യഥാർത്ഥത്തിൽ റഷ്യക്ക് ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ എല്ലാം കക്ഷിയാണ് റഷ്യ. ഈ സിറിയയിലും ഇറാനിലും ഇറാഖിലും പിന്നെ ഹിസ്ബുള്ള പോലെ ഇവരുടെ എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പം യുദ്ധം അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രശ്നം വരുമ്പോൾ ഇടപെട്ടൂടായികയില്ല. പക്ഷേ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അതൊരു വേറെ തലത്തിലേക്ക് പോകും. കാരണം റഷ്യയും ഇസ്രായേലും തമ്മിൽ മാത്രമായിരിക്കത്തില്ല യുദ്ധം. അത് അമേരിക്ക ഇടപെടും, നാറ്റോ രാജ്യങ്ങൾ ഇടപെടും, മറ്റ് റഷ്യ അടിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ഒരു അവസരം യൂറോപ്യൻ രാജ്യങ്ങളിലും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ രീതിയിലേക്ക് പോയാൽ റഷ്യ തകർന്നു പോകും. റഷ്യ യുദ്ധം ചെയ്ത് അല്ലാത്തൊരു ഇതിൽ നിൽക്കുകയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ യുദ്ധം. പക്ഷേ ചേട്ടൻ വിചാരിക്കുന്നുണ്ടോ റഷ്യ അങ്ങനെ തകർന്നു പോയെന്ന്? ഞാൻ വായിച്ച പല ആർട്ടിക്കിളുകളിലും പല ആൾക്കാരും പറയുന്നത് ഇസ്രായേലിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിഗൂഢതയുള്ളൊരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യയ്ക്കുള്ളതുപോലെ ആയുധങ്ങൾ വേറെ ആർക്കുമില്ല. കാരണം റഷ്യയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിസൈസാണ്. അവർ അടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ അടിച്ചിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയുടെ ആയുധങ്ങൾ പോലെയല്ല റഷ്യയുടെ ആയുധങ്ങൾ. അപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയുധങ്ങൾ പൂർണ്ണമായിട്ട് ഉണ്ടാക്കി നമുക്ക് വിൽക്കുകയാണ്. പക്ഷേ റഷ്യയിൽ നിന്ന് ഇന്ത്യ ടെക്നോളജിയാണ് മേടിക്കുന്നത് കൂടുതൽ. എന്നിട്ട് നമ്മൾ ഇവിടെ ആയുധങ്ങൾ പണിയണം. അത്രയ്ക്ക് ഗംഭീരമാണ് റഷ്യൻ ടെക്നോളജികൾ. അപ്പോൾ S-400 അടക്കമുള്ള അയൺ ഡോം സംവിധാനത്തിനെക്കാട്ടിലും മികച്ച സംവിധാനമാണ് S-400 എന്ന് പറയുന്നത്. നമ്മളത് മേടിച്ച് നമ്മുടെ പാകിസ്ഥാൻ അതിർത്തിയിലും ചൈനീസ് അതിർത്തികളിലുമൊക്കെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല ആർട്ടിക്കിളുകളും ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് പല ആൾക്കാരും പറയുന്നത് റഷ്യ എന്ന് പറഞ്ഞാൽ ഈ യുക്രൈൻ പിടിച്ചെടുക്കാൻ, യുക്രൈനിൽ റഷ്യ നടത്തുന്നതെന്ന് പറഞ്ഞാൽ വെറും ഒരു കരയുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100-1 ആയുധം റഷ്യ പുറത്തെടുത്തിട്ടില്ല. റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നുള്ളത് പല ആൾക്കാർക്കും ഇപ്പോഴും നിർണ്ണയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ആണവ രാജ്യമാണ് റഷ്യ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റഷ്യയുടെ കയ്യിൽ ബയോ വെപ്പൺ കാണാം. റഷ്യയുടെ കയ്യിൽ വളരെ മാരകമായിട്ടുള്ള ആണവായുധങ്ങൾ കാണാം. ഈ ആണവ പോർ വഹിക്കാനുള്ള വിമാനങ്ങൾ റഷ്യയുടെ കയ്യിൽ ഇനി അവരുടെ ടെക്നോളജി അനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പല ആൾക്കാർക്കും ഇപ്പോഴും സംശയമുണ്ട്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്, ഇതുണ്ടല്ലോ കൂട്ടായ്മ, ആണവ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മയുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ
ഇപ്പം നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യണം. ഇതിൽ ഇസ്രായേൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിന് തങ്ങളുടെ കയ്യിൽ എത്ര ആണവായുധം ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയാണ്. റഷ്യയിലേക്ക് വരൂ. റഷ്യയിലെ ചാര സംഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ചില്ലറ ചാര സംഘടനയാണോ? റഷ്യയിലുള്ള മറ്റേ തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാങ് അങ്ങനെ എന്തോ ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട് റഷ്യയിൽ. അവർ ചില്ലറക്കാരാണോ? പോരാത്തതിന് റഷ്യയിലുള്ള ചാരസുന്ദരികളുണ്ടല്ലോ, റഷ്യൻ ചാരസുന്ദരികൾ, നമ്മളിപ്പോഴും കേട്ടിട്ടുണ്ട്. അവർ ചില്ലറക്കാരാണോ? ഇപ്പോൾ ഈ മൊസാദ് എങ്ങനെയാണോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, സമാനമായിട്ടുള്ള രീതിയിലാണ് റഷ്യയും, അല്ലെങ്കിൽ ഒരു പടി മൊസാദിന് മേലെ എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം വ്ളാദിമിർ പുതിൻ അവിടെ എങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. വ്ളാദിമിർ പുതിനെതിരെ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു സുപ്രഭാതത്തിൽ അവിടെ ചോര തുപ്പിച്ചാവുമായിരുന്നു, അറിയാലോ. അതും സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ആ പാർലമെൻറ്റിൻ്റെ പടിയിൽ അയാൾ ചോര ചത്തു എന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന്. ചിലർ പറയുന്നത് സ്ലോ പോയിസണിങ് ആണെന്ന്, ചിലർ പറയുന്നത് വേറെ ഏതോ തരത്തിലാണെന്ന്. റഷ്യൻ പ്രസിഡന്റ് പുതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പവർ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നാറ്റോ രാജ്യങ്ങളുമായിട്ട് പോലും റഷ്യക്ക് ഒരു കൈ പിടിച്ച് നിൽക്കാനുള്ള സാധ്യത വളരെ ഭീകരമാണെന്ന് പല ആൾക്കാരും പറയുന്നു. പിന്നെ പോരാത്തതിന് ഒരു ആണവ രാജ്യം കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിൻ്റെ പുറകെ വന്നാലും, ഇപ്പം അമേരിക്ക ഇസ്രായേലിൻ്റെ മുന്നിൽ നിർത്തി കളിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ പുറകിൽ വന്ന് ഇറാനെ ആക്രമിച്ച് ബ്രിട്ടൻ എല്ലാവരും അണിനിരന്നാലും റഷ്യ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അമേരിക്ക കളിക്ക് നിൽക്കുമെന്ന്. അമേരിക്ക പതുക്കെ പിൻവാങ്ങും. ചേട്ടൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ 7ാം നാവിക കപ്പൽപ്പെടാന്ന് കേട്ട് അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതായത് അമേരിക്ക അടക്കം ഇന്ത്യൻ ഓഷനിൽ കപ്പൽ കൊണ്ടിട്ടിട്ട് ഇന്ത്യയെ പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ റഷ്യയിൽ നിന്ന് കപ്പൽ ഇങ്ങോട്ട് വന്നു. ഒറ്റ സുപ്രഭാതത്തിൽ അമേരിക്ക പിൻവലിഞ്ഞ് പിറകിലോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഐ ഡോണ്ട് തിങ്ക് ഇസ്രായേൽ ഡസൻ സ്റ്റാൻഡ് എ ചാൻസ് അഗൈൻസ്റ്റ് റഷ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ പിറകിലുള്ളത് എന്നുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി. അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി. റഷ്യ വൺസ് ഈ വാറിൽ എൻ്റർ ചെയ്യുന്നുണ്ട് എന്ന് അമേരിക്കയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അമേരിക്ക പിൻവാങ്ങാനുള്ള സാധ്യതയല്ലേ ഏറ്റവും കൂടുതലുള്ളത്? അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ, റഷ്യ ഈ പറയുമ്പം റഷ്യ വലിയ രാജ്യമാണ്. സൈനികമായിട്ട് എല്ലാ രീതിയിലും, ആയുധങ്ങളുടെ കാര്യത്തിലും, മുങ്ങിക്കപ്പലിൻ്റെ കാര്യത്തിലും, മിസൈലിൻ്റെ കാര്യത്തിലും, ടെക്നോളജിയുടെ കാര്യത്തിലും ഒക്കെ, സൈബർ അല്ലെങ്കിൽ വേറെ ചില മോഡേൺ ടെക്നോളജീസിൻ്റെ കാര്യത്തിലുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ 1/3 ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ല രാജ്യത്തിൻ്റെ ഘടന കിടക്കുന്നത്. അവിടെയാണ് ഇസ്രായേലിൻ്റെ വിജയം. റഷ്യയിലും യൂതന്മാർ നിൽക്കുക റഷ്യയെ നിയന്ത്രിക്കാൻ. ഈ ജൂതൻ എന്താണ് മനസ്സിലാക്കാത്തതെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നിങ്ങളിതെല്ലാം ഈ കാറ്റഗറി അല്ലെങ്കിൽ ഇങ്ങനെ കാറ്റഗറി ചെയ്യുക രാജ്യങ്ങളെ, പക്ഷേ ഇത് മൊത്തം നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ്. ഈ നമ്മളിപ്പോൾ പറയുന്ന 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഇന്നടത്ത് അറിയാവുന്ന ജൂതന്മാരുണ്ട്. അറിയാമേത്ത് എത്രയോ പേര് അവരുടെ ആ വിഭജന കാലത്ത് അവരുടെ കുലം നശിച്ചു പോകണ്ടെന്ന് വിചാരിച്ച് പേര് മാറി കിടക്കുന്ന ജൂതന്മാർ എന്തും വേണ്ടി പല രാജ്യങ്ങളും ഉണ്ടെന്നറിയാം. ഇപ്പോഴും മാറ്റാത്ത ബിസിനസ്സുകാർ എത്ര വേണ്ടി ഉണ്ടെന്നറിയോ. പക്ഷേ ജൂതന്മാർക്ക് അവർക്കറിയാം, അവർ തമ്മിൽ ബന്ധമുണ്ട്. രാജ്യങ്ങൾക്ക് പോലും അറിയത്തില്ല ജൂതന്മാരാണെന്ന്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഈ ഓരോ രാജ്യത്തിൻ്റെയും ഭരണവും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സംവിധാനവും ഒക്കെ നേരത്തെ ഒന്ന് സാമ്പത്തിക ഇതാണ്. ജൂതന്മാരുടെ പണ്ട് ഏറ്റവും ഈ ജൂത കൂട്ടക്കൊല ഉണ്ടല്ലോ, ഈ ജൂത കൂട്ടക്കൊലയ്ക്കകത്ത് തന്നെ ഈ നമ്മുടെ ജൂത കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലറിൻ്റെ കൊച്ചുനാളിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്ന അന്നും ജൂതന്മാരാണ്. കൂട്ടക്കൊലയിലേക്ക് വരും. കാരണം സമ്പത്ത് മൊത്തം ഇയാൾ ദാരിദ്ര്യം അനുഭവിച്ച് അല്ലെങ്കിൽ അതുപോലെ അവരുടെ ആൾക്കാരങ്ങ് പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് ആ പക ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലോകം കണ്ടത് കാലം തൊട്ട് ജൂതനാണ് ലോകം നിയന്ത്രിക്കുന്നത്. അതിൽ സമ്പത്ത് മൊത്തം അവൻ്റെ ഇല്ല. സമ്പത്ത് വരുമ്പോൾ എല്ലാം ഓരോന്നോരോന്ന് വരും. സമ്പത്ത് വരുന്നതിന് എങ്ങനെയാണ് ചുമ്മാ സമ്പത്ത് ഉണ്ടാകത്തില്ല, ഓരോന്ന് ചെയ്തില്ല സമ്പത്തുണ്ട്. അപ്പോൾ ഓരോ മേഖല അവരുടെ ഇല്ല. ഞാനീ പറഞ്ഞത് അതുകൊണ്ട് തന്നെ റഷ്യ നിൽക്കത്തില്ല. റഷ്യ അമേരിക്കയുടെ ശത്രുവായതുകൊണ്ട് റഷ്യ ഈ ഇറാനെ പോലുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവരെ കൊണ്ട് വെച്ചല്ലേ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ. ആ രീതിയിൽ റഷ്യക്ക് ബന്ധങ്ങളുണ്ടെങ്കിലും ഇസ്രായേലുമായിട്ട് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയും നാളെ കാലത്തെ ഒരു അടി വന്നാൽ അമേരിക്ക ഇപ്പം ഈ ബൈഡൻ നിന്നു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈഡൻ നിന്നു കൊടുക്കുന്ന താല്പര്യം കൊണ്ടല്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒബാമയുടെയും ബൈഡൻ്റെയും ഒക്കെ കാലത്ത് ഈ ഡെമോക്രാറ്റ്സ് ചെയ്ത പരിപാടിയാണ്. ഈ ഇവിടുത്തെ ഈ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അറിയാം എന്തിനാണെന്നറിയോ? ഈ മറ്റ് സുന്നി രാജ്യങ്ങളെ സുന്നി രാജ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് എതിരിക്കുന്ന ട്രംപേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്തോ? അമേരിക്കയെ സംബന്ധിച്ചോളം ഇസ്രായേലിൻ്റെ കൂടെ നിന്നില്ലെന്തോ നമ്മൾ ആലോചിക്കത്തില്ല. അമേരിക്ക എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ GDP എവിടെ കിടക്കുന്നു, അമേരിക്കയുടെ വലിപ്പം എത്ര, ഇസ്രായേലിൻ്റെ വലിപ്പം എത്ര, അവിടെ ആയതുപോലെ. പക്ഷേ ഇസ്രായേൽ പറയുന്നിടത്തൂടെ ആണല്ലോ പോകുന്നത്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പുറകെ പോകുന്ന പോലെ.
അപ്പം അതിനകത്തൊരു വലിയ കാര്യമുണ്ട്, ഘടകമുണ്ട്. എല്ലാ രാജ്യങ്ങളും, ഈ പറയുന്ന രാജ്യങ്ങൾ മൊത്തം ലോകത്തെ നമ്മൾ വിചാരിക്കുന്ന രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അല്ലെങ്കിൽ ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ജൂത സമൂഹം. വളരെ കുറച്ചുകൾ, പക്ഷേ അവരുടെ ഇത് മൊത്തം സംവിധാനങ്ങൾ മൊത്തം ഇത് അറിയാതില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് യുദ്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടായാൽ ഇസ്രായേലും റഷ്യയും കൂടെ ആയിരിക്കത്തില്ല യുദ്ധം, അത് നിങ്ങൾ മനസ്സിലാക്കുക. അമേരിക്ക ഇടപെട്ടേ മതിയാവും, ബ്രിട്ടൻ ഇടപെട്ടേ മതിയാവും, നാറ്റോ രാജ്യങ്ങൾ ഇടപെട്ടേ മതിയാവും. അപ്പം റഷ്യക്ക് കുഴപ്പം സംഭവിക്കും. അപ്പം അതിന് സാധ്യത വളരെ കുറവാണ്. പിന്നെ സംഭവിച്ചുകൂടായില്ല. പണ്ട് സോവിയറ്റ് യൂണിയനും ചൈനയും കൂടെ സൗഹൃദമായിട്ടിരുന്ന സമയത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കത്തില്ല. സംഭവിച്ചാൽ ഇങ്ങനെയാണ്, ഈ ഇസ്രായേലിൻ്റെ യോഗം അനുസരിച്ച് ഇസ്രായേൽ ജയിക്കാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതിന് സാധ്യത വളരെ കൂടുതലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.